ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വർക്ക് എന്ന് പറയുന്നത് ഇതുപോലുള്ള ഒരു ഹാങ്ങിങ് പേപ്പർ ലാമ്പാണ്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഫെവിക്കോൾ വേണം. ഈ ഒരു ഫെവിക്കോളിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ എടുക്കുന്ന ഒരു ഫെവിക്കോളിനനുസരിച്ചായിരിക്കും നമ്മൾ വെള്ളം ചേർക്കേണ്ടതും. അധികം ഓവർ ലൂസ് ആവണ്ട, എന്നാൽ കുറച്ച് പറ്റ തിക്നെസ്സിലും ആവേണ്ട, ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുറച്ചധികം തന്നെ ടിഷ്യൂ പേപ്പേഴ്സാണ്. ഈ ടിഷ്യൂ പേപ്പേഴ്സ് നമ്മൾ ഒന്ന് 4ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് ചെറിയ ചെറിയ പീസുകളാവണം എന്നുള്ള ആ ഒരു രീതിക്ക് നമ്മളൊന്ന് കട്ട് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചധികം തന്നെ നമുക്ക് വേണം. ഈ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ ആ ഒരു കട്ടിക്ക് അനുസരിച്ചാണ് നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് ഒരു ബലൂണാണ്. ഒരു മീഡിയം സൈസിൽ നമ്മൾ വീർപ്പിച്ചതിന് ശേഷം അതൊന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു പശ തേച്ചിട്ട് ഈ ടിഷ്യൂ പേപ്പർ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും ഈ ഒരു ഫെവിക്കോൾ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു ബലൂണിൻ്റെ ഷേപ്പിൽ നമുക്ക് ഈ ഒരു ടിഷ്യൂ പേപ്പർ സെറ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ ഉണങ്ങുന്നതിന് മുന്നായിട്ട് കുറച്ച് കളർ പേപ്പർ നമ്മൾ ഡോട്ടുകളായിട്ട് കട്ട് ചെയ്തെടുത്തതും കൂടെ മുകളിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിലുള്ള ആ ഒരു ബലൂൺ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. നമ്മുടെ കയ്യിൽ ഏതെങ്കിലും തരത്തിലുള്ള ലൈറ്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് സൈഡിൽ നമുക്കൊരു വള്ളിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഒന്ന് ഒട്ടിച്ചും കൂടെ കൊടുക്കാം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ആ ഒരു ഡോട്ടുകളൊക്കെ ഈ ഒരു ലൈറ്റിൻ്റെ സമയത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ലവ് യു, ബൈ.